കണ്ണൂർ ജില്ലയിലെ മലയോര റോഡായ പുലിക്കുരുമ്പ പുറഞ്ഞാൺ റോഡ് നവീകരിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് വീതി കൂട്ടാനായി പ്രദേശവാസികൾ സൗജന്യമായാണ് സ്ഥലം വിട്ടു നൽകിയത്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.41 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ റോഡ് നവീകരിച്ചത്. നിലവിലെ 8 മീറ്റർ റോഡ് സ്വകാര്യ വ്യക്തികളിൽ നിന്നും സൗജന്യമായി സ്ഥലം ഏറ്റെടുത്ത് 12 മീറ്ററാക്കി. 7 മീറ്റർ വീതിയിൽ BM&BC രീതിയിൽ ഉപരിതലമൊരുക്കി. കയറ്റിറക്കങ്ങൾ ക്രമീകരിച്ച് 8 കലുങ്കുകൾ, 1100 മീറ്റർ കോൺക്രീറ്റ് ഓവുചാൽ, കരിങ്കൽ ഭിത്തികൾ, റിഫ്ലക്ടർ, സൂചനാ ബോർഡുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 3 വർഷത്തെ ബാധ്യതാ കാലയളവും 4 വർഷത്തെ പരിപാലനവും കരാറിൽ ഉൾപ്പെടുത്തി. വികസന കാര്യത്തിൽ സർക്കാരിന് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഭരണകക്ഷി MLA ആണോ പ്രതിപക്ഷ MLA ആണോ നോക്കിയിട്ടല്ല LDF സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒരു നാടിന് ആവശ്യമായ, നാടിന് പരിഗണന ലഭിക്കേണ്ട അർഹമായ ആവശ്യങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കുന്ന രീതിയാണ് സർക്കാരിനുള്ളത്. ആ രീതി തുടരും എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുക. റോഡ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നടത്തിയ ശ്രമങ്ങളെ മന്ത്രി പ്രശംസിച്ചു. പുലിക്കുരുമ്പ ടൗണിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ.